വിശേഷിപ്പിച്ച ചിഹ്നമാണ് സഫാ മർവ. അള്ളാഹു പവിത്രമായി പറഞ്ഞു തന്ന ദിവസമാണ് യൗമുൽ ജുമാ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ നിന്ന് ജമാഅത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലം ലഭിക്കും. മസ്ജിദുൽ ഹറമിൽ വെച്ച് നമ്മൾ ജമാഅത്ത് നമസ്കരിച്ചാൽ. മസ്ജിദുൽ നബവിയിൽ വെച്ച് നമസ്കരിച്ചാലോ 10,000 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലമാണ് ഉണ്ടാവുക. മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കരിച്ചാലോ 1000 റക്അത്ത് നമസ്കരിച്ചു. ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1000 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലം. ഇത് ലോകത്ത് മറ്റൊരു പള്ളിക്കുമില്ലാത്ത രീതിയിലുള്ള പ്രത്യേകതയാണ്. പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ചില ചിഹ്നങ്ങളെ, ചില സ്ഥലങ്ങളെ, ചില മാസങ്ങളെ, ചില സമയങ്ങളെ, ചില ദിവസങ്ങളെ അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പവിത്രമായ വസ്തുക്കളാവട്ടെ, ദിവസമാവട്ടെ, മാസമാവട്ടെ, അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ അറിയണം, വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ നിന്ന്, തഖ്വയിൽ നിന്ന് ഉയരുന്നതാണ്. അത് തഖ്വയാണ്. ദുൽഹജ്ജ് മാസത്തെ ആദരിക്കണം. എങ്ങനെയാണ് ആദരിക്കുക? ദുൽഹജ്ജ് മാസത്തിൽ തന്നെ 1 ദുൽഹജ്ജ് മുതൽ 10 ദുൽഹജ്ജ് വരെയുള്ള 10 ദിവസങ്ങൾ വിശേഷപ്പെട്ട ദിവസങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നമ്മൾ ആ 10 ദിവസങ്ങൾക്കിടയിലെ ഒരു ദിവസത്തിലാണ്. 2 ദിവസം മുമ്പ് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ പവിത്രമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളെ ആദരിക്കണം, ഈ ദിവസങ്ങളെ ബഹുമാനിക്കണം. എങ്ങനെയൊക്കെയാണ് ഇത് ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്? പ്രവാചകൻ പറയുകയാണ്. പ്രവാചകൻ വിശുദ്ധ സൂചിപ്പിക്കുന്നു, മാ മിൻ അയ്യാമിൻ അമലുസ് സാലിഹ് ഫീഹാ അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അതായത് അല്ലാഹു നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ അള്ളാഹു പരിഗണിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെ ആരാധനാ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ മറ്റേത് ദിവസത്തെക്കാളും പവിത്രമായതാണ്, ഉയർന്നു നിൽക്കുന്നതാണ്. ഏതാണ് ആ ദിവസങ്ങൾ? യാനി അയ്യാമുൽ അശർ, 10 ദിവസങ്ങൾ അമലുകൾ കൊണ്ട് ധന്യമാകുന്ന 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായി മറ്റൊരു ദിവസങ്ങളും ദുനിയാവിൽ ഇല്ല. 365 ദിവസത്തിൽ, ഇനി ഹിജറ കലണ്ടർ പ്രകാരമാണെങ്കിൽ 350 ചില്ലാനം ദിവസത്തിൽ, ആ ദിവസങ്ങളിൽ ഒരു ദിവസത്തിന് പോലും ഈ പ്രത്യേകതകളില്ല. നമ്മൾ വിശുദ്ധ റമദാനിന് സാക്ഷിയായവരാണ്. 2 മാസം മുമ്പ് റമദാൻ എന്നുള്ളത് അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. റമദാനിൽ ഒരുപാട് സമയങ്ങൾ, സന്ദർഭങ്ങൾ നമുക്ക് അനുഗ്രഹം വാരിയെടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ, ഒറ്റയിട്ട രാവുകൾ, ലൈലത്തുൽ ഖദർ, അതൊക്കെ അനുഗ്രഹം വാരിക്കൂട്ടാൻ വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കിയ അവസരങ്ങളാണ്. ആ അവസരങ്ങൾ ഉണ്ടായിരിക്കെയാണ് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുന്നത്. അമലുകൾ കൊണ്ട് ധന്യമാകുന്ന 10 ദിവസങ്ങളെക്കാൾ, ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ല. ഏതാണ് ആ 10 ദിവസം? ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണത്. ഇപ്പൊ റമദാനിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ, മനസ്സിലാക്കുമ്പോൾ തന്നെ, ആ ലൈലത്തുൽ ഖദറിന്റെ പവിത്രതയും അതിന്റെ പ്രാധാന്യവും തിരിച്ചറിയുമ്പോൾ തന്നെ തുല്യമായ രീതിയിൽ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങൾ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, 10 ദിവസങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ റമദാനിലെ അവസാനത്തെ 10 രാത്രികൾ, റമദാനിലെ ഒറ്റയിട്ട രാവുകൾ എന്ന് പറയുന്ന ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 രാത്രികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. എന്നാൽ 10 പകലുകൾക്ക് ശ്രേഷ്ഠതയുള്ളത് റമദാനിലെ 10 പകലുകളെക്കാൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകൾക്കാണ്. അത്രയേറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലൂടെ, സമയങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പ്രവാചകൻ പറഞ്ഞപ്പോ
അമലുകൾ കൊണ്ട് ധന്യമാക്കുന്ന ഈ 10 ദിവസത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റ് ദിവസങ്ങളില്ല എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലുള്ളാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഇന്നത്തെ പള്ളികളിലൊക്കെ ഖുത്ബ, അറബി ഖുത്ബയിലൊക്കെ ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. യാ റസൂലുള്ളാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദ് നമുക്കറിയാം, ധർമ്മസമരം, ഇസ്ലാമിനെ ഒതുക്കാനും തകർക്കാനും വേണ്ടി ശത്രുക്കൾ സർവ്വസന്നാഹങ്ങളോടെ വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിം സൈന്യം മുന്നിട്ടിറങ്ങണം. അതിൽ നിന്ന് പിന്മാറിക്കളയരുത്. പിന്മാറിക്കളയുന്നവൻ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സൂറത്ത് തൗബയിലെ 39-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സാഹചര്യം ഒത്തുവന്നാൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ യുദ്ധം പോലെ പ്രസക്തമാണോ ഈ 10 ദിവസങ്ങൾ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതേ, ജിഹാദിനേക്കാൾ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ 10 ദിവസങ്ങൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എത്ര സഹാബികളാണ് പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വരെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി പോയി. പ്രവാചകൻ കരഞ്ഞുപോയി. പ്രവാചകന്റെ കരൾ പോലും പെടഞ്ഞു പോയി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം. ഒരുപാട് സഹാബികൾ യുദ്ധരംഗത്ത് ഷഹീദായി പോയി. ആ വലിയ ദൗത്യമുണ്ടല്ലോ, മഹനീയമായ ദൗത്യം, അള്ളാഹു തൃപ്തിപ്പെടുന്ന ദൗത്യം. ആ ദൗത്യം പോലെയോ ചിലപ്പോൾ അതിനേക്കാൾ ഉയർന്ന നിലയിലോ ആണ് ഈ 10 ദിവസങ്ങളെന്ന പ്രവാചകൻ പറയുന്നത്. നിസ്സാരമല്ല നമ്മളിപ്പോ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സമയം. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതേ, ജിഹാദും അതേപോലെ തന്നെയാണ്. എന്നാൽ ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരു മനുഷ്യൻ ജിഹാദിനായി തന്റെ സമ്പത്ത് മുഴുക്കെ, തന്റെ എല്ലാം അതിനായി സമർപ്പിച്ചുകൊണ്ട് ജിഹാദ് നിർവഹിച്ച് അതിൽ ഷഹീദായി കഴിഞ്ഞാൽ അവന് ശ്രേഷ്ഠതയുണ്ട് മറ്റെന്തിനേക്കാളും ഈ 10 ദിവസത്തെക്കാളും. ഷഹീദായി കഴിയുന്ന തന്റെ സമ്പത്തും തന്നതൊക്കെയും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഷഹീദായി കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ 10 ദിവസത്തേക്കാൾ പുണ്യം നേടിയ ആളാണ്. അല്ലാത്തവർ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയും യുദ്ധത്തിൽ വിജയശ്രീലാളിതരായിക്കൊണ്ടോ ഇനി പരാജയപ്പെട്ടുകൊണ്ടോ വരികയും ചെയ്യുക എന്ന സൽക്കർമ്മം നിർവഹിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളേറെ പ്രതിഫലം ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ ദുൽഹജ്ജ് മാസത്തിലെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ ദിവസങ്ങളെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മുഫസ്സിറുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കി. ഈ ദിവസങ്ങൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്, സന്ദർഭമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആ ചിന്തകളുമായി വിശ്വാസികൾ ഒതുങ്ങിക്കൂടുന്ന സമയമാണ്. ഇവിടെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങൾ എന്താണ്? നമ്മൾ നിർവഹിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങൾ, പ്രത്യേക സൽക്കർമ്മങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ദിവസങ്ങളിലേക്ക് പ്രത്യേക സൽക്കർമ്മങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ജമാഅത്ത് നമസ്കരിക്കുന്നു, ഫർള് നമസ്കരിക്കുന്നു, 5 നേരത്തെ നമസ്കാരം, ഫർള് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു, ജമാഅത്തായി നിർവഹിക്കുന്നു. അങ്ങനെ നിർവഹിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇഖ്ലാസോടെ നിർവഹിക്കുമ്പോൾ വമ്പിച്ച തോതിലുള്ള പ്രതിഫലം അതിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുൽഖഅദിനെ അല്ലെങ്കിൽ മറ്റു മാസങ്ങളെക്കാൾ, മറ്റു ദിവസങ്ങളിലെ നമസ്കാരങ്ങളെക്കാൾ ഈ മാസത്തിലെ ഈ 10 ദിവസത്തിലെ നമസ്കാരത്തിന് വലിയ തോതിലുള്ള പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരം നിർവഹിക്കുക, കണിശതയോടെ നിർവഹിക്കുക, അത് ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമം നടത്തുക. അതിനോടൊപ്പമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരമാവട്ടെ,
തഹിയ്യത്ത് നമസ്കാരമാവട്ടെ, തഹജ്ജുദ് നമസ്കാരമാവട്ടെ, ഒക്കെയും വളരെ ഇഖ്ലാസോടെ നിർവഹിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ജിഹാദിന് പോയി തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജിഹാദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച് നൽകുന്ന ദിവസത്തിന്റെ പ്രതിഫലമാണ് എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായി നമ്മൾ ജീവിക്കുകയാണ്. വലിയ വലിയ ത്യാഗങ്ങളൊന്നും ഇസ്ലാമിന് വേണ്ടി നിർവഹിക്കാൻ നമുക്കില്ല. നമ്മുടെ ജീവിതായോധന സമയത്ത് അത്യന്താനം നമ്മുടെ കുടുംബത്തെ പോറ്റാൻ നിർവഹിച്ചു കൊണ്ടിരിക്കെ തന്നെ അള്ളാഹു ഇതാ വലിയ വലിയ അനുഗ്രഹത്തിന്റെ സമയങ്ങൾ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ വലിയ വലിയ സന്ദർഭങ്ങൾ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സന്ദർഭം തേടി പോവുക, കണ്ടെത്തി പോവുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ വിജയത്തിന്റെ ആവശ്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെ. ഈ ദുൽഹജ്ജ് മാസത്തിലെ 2-3 ദിവസങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തുടർ ദിവസങ്ങൾ അതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നമസ്കാരത്തിൽ ഇഖ്ലാസ് കൂടുതൽ ഉണ്ടാക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. സാധാരണ റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ തന്നെ. അതുപോലെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാവിൽ ദിക്റുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്തിറൂ ഫീഹിന്ന മിനത് തക്ബീരി വത്തഹ്ലീൽ വത്തഹ്മീദ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ. ലാ ഇലാഹ അല്ലാഹു അക്ബർ. അത്തരം ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവിനെ നനവാർദ്രമാക്കുക, നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുക. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഈ ദിവസങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനപ്പുറമുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അത് നമുക്കായി നാളെ പ്രതിഫലം കാത്തു കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയാനകമായ നിമിഷത്തിൽ, ആഖിറത്തിൽ ഈ കണക്കുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയും ഇന്നാലിന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ അമലുകൾക്ക് ഇത്ര ഇരട്ടി പ്രതിഫലമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രതിഫലം ലഭ്യമാകുന്ന സംവിധാനം ഒരുക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ആശ്വസിച്ചു പോകും, നമ്മൾ സന്തോഷിക്കും. ആ ഒരവസരത്തെ നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. അതുപോലെ മനുഷ്യർക്ക് മനുഷ്യ സഹജമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളൊക്കെയും, രോഗികളെ സന്ദർശിക്കുക, മാതാപിതാക്കളെ പ്രത്യേകം പരിചരിക്കുക, അത്തരം ദാവത്ത് രംഗത്ത് സജീവമാവുക, അങ്ങനെ ഒരുപാട് കുടുംബ സന്ദർശനം, ബന്ധങ്ങൾ അതിനെ സുദൃഢമാക്കുക പോലുള്ള നല്ല കർമ്മങ്ങളൊക്കെ തന്നെയും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരെങ്കിലും നമ്മുടെ കുടുംബ ബന്ധമോ നമ്മുടെ മറ്റ് അയൽപക്ക ബന്ധമോ ഒക്കെയുള്ള ആളുകളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു നീരസമോ ഒരു പ്രയാസമോ ചെറുതോ വലുതോ ആയ ഒരു അകൽച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ദിവസങ്ങൾ. നമ്മൾ തിരുത്താൻ ശ്രമിക്കുക, നമ്മൾ ആ ശ്രമം തുടരുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഒരു ബന്ധു, ആ ബന്ധു ഞാനുമായി പിണക്കത്തിലാണ്, പക്ഷേ എനിക്ക് അദ്ദേഹത്തോടൊരു പിണക്കവുമില്ല. അദ്ദേഹം എന്നെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്നു, എന്നെ അവഗണിക്കുന്നു. എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ സലാം ചൊല്ലും, അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ക്ഷേമം അന്വേഷിക്കും. അദ്ദേഹം എനിക്ക് മറുപടി തരൂല. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സുഖവിവരങ്ങൾ അന്വേഷിക്കും. അദ്ദേഹം എന്നെ പരിഗണിക്കുകയേ ഇല്ല. ഞാൻ മടുത്ത് പ്രവാചകരെ, എനിക്കിനി പോകാൻ വയ്യ. മാനസികമായ ഒരു പ്രയാസം, പിന്നെയും അയാളുടെ പിന്നാലെ ഇങ്ങനെ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ നിർവഹിച്ചു വന്ന ആ മഹനീയ ദൗത്യം നാളെ നിർവഹിക്കാതെ പോയാൽ അയാൾ മാസങ്ങളായി വർഷങ്ങളായി നിങ്ങൾ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്നു എന്ന തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാകട്ടെ ഇതുവരെ ഏറ്റവും നല്ല രീതിയിൽ അയാളോട് സഹകരിക്കാനുള്ള ശ്രമവുമായി തന്നെ മുന്നോട്ട് പോയി. എന്നാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്നു മുതൽ ഇനി അയാൾ എന്നോട് സഹകരണ മനോഭാവം കാണിക്കാത്തത് കൊണ്ട് ഞാനും അങ്ങോട്ട് സഹകരണ മനോഭാവം കാണിക്കുന്നില്ല എന്ന് തോന്നുകയും അതനുസരിച്ച്
താങ്കൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഇക്കാലം അത്രയും താങ്കളുമായി അകന്നിട്ട് എത്രമാത്രം കുറ്റക്കാരനായി തീർന്നോ അയാൾ, അതേപോലെ താങ്കളുമായി ഒരൊറ്റ ദിവസം കൊണ്ട് താങ്കളുമായി നരകത്തിലേക്കായിരിക്കും താങ്കളുടെയും യാത്ര. ഇപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നന്നാവാനും നന്നാക്കാനുമായുള്ള ശ്രമം, അതിൽ ദുരഭിമാനത്തിന്റെ ഒരു ആവശ്യകതയുമില്ല. ഈ ദിവസങ്ങളിലാകുമ്പോൾ അതിൽ പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഹജ്ജിനെ കുറിച്ച് നമുക്കറിയാം. ഉമ്മ പെറ്റ കുഞ്ഞിന്റെ അന്ന് പ്രസവിച്ച ദിവസത്തെ കുഞ്ഞിന്റെ വിശുദ്ധിയാണ് ഹജ്ജ് നിർവഹിക്കുകയും ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്താൽ എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. അബീ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഹജ്ജ ഫലം യർഫദു വലം യഫ്സുഖു, ഒരാൾ അനാവശ്യ പെരുമാറ്റമോ നിഷിദ്ധമായ പ്രവർത്തനമോ ഇല്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ മാതാവ് പ്രസവിച്ച ദിവസം ആ കുഞ്ഞ് എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ, എത്രമാത്രം വിശുദ്ധനായ കുഞ്ഞായിരിക്കുന്നുവോ, അത് എത്രമാത്രം പരിശുദ്ധി, എത്രമാത്രം ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു പാപത്തിന്റെയോ അല്ലെങ്കിൽ കളങ്കത്തിന്റെയോ ഒരു നേർത്ത വരമ്പ് പോലും, നേർത്ത ഒരവയം ഒന്നുമില്ലാത്ത രീതിയിൽ, പാപത്തിന്റെ കറയുടെ ഒരു നേർത്തത് പോലും ഇല്ലാത്ത രീതിയിൽ വിശുദ്ധനായ ഒരു കുഞ്ഞിന്റെ വിശുദ്ധി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കർമ്മമാണ് ഹജ്ജ്. നമ്മളൊക്കെയും പെറ്റ അന്നത്തെ ദിവസത്തെ വിശുദ്ധി നമുക്ക് കൈവരിക്കാനുള്ള അവസരമാണ് ഹജ്ജ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രമാണ് നാം സംസ്കരിക്കപ്പെടുന്നത് ഹജ്ജിലൂടെ, എത്രമാത്രമാണ് നമ്മളെ സംസ്കരിച്ചു കൊണ്ടുപോവാൻ അള്ളാഹു അനുഗ്രഹങ്ങൾ ഹജ്ജായും ദുൽഹജ്ജായും ഒക്കെ ഇങ്ങനെ നമുക്കായി ഒരുക്കി വെച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉമ്മ പെറ്റ കുഞ്ഞിന്റെ അന്നത്തെ ദിവസം പോലെ വിശുദ്ധനായി അവന് തിരിച്ചു വരാൻ കഴിയുന്ന മഹനീയമായ ഒരു കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജ് ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജിന്റെ സവിശേഷത. ആ ദുൽഹജ്ജ് മാസത്തിലെ സമയങ്ങളും ഒക്കെയും നമ്മൾ നമ്മുടേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. നമുക്കറിയാം, ഹജ്ജിന്റെ തുടക്കം ഇഹ്റാം കെട്ടുക എന്നുള്ളതാണ്. ഇഹ്റാം, നമ്മൾ ഇപ്പൊ പെരുന്നാൾ വരാൻ പോവുകയാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ വസ്ത്രം എടുക്കാൻ, നമ്മുടെ മക്കൾക്ക് കുടുംബത്തിലേക്ക് വസ്ത്രം എടുക്കാൻ, ഈ കുടുംബം നാട്ടിലുള്ളവരാണെങ്കിൽ വസ്ത്രത്തിന് വേണ്ടി കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടാവാം. ഇവിടുന്നൊക്കെ ആണെങ്കിൽ, കുടുംബമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വസ്ത്രമെടുക്കാൻ നമ്മൾ കടകളിലൊക്കെ പോകുന്ന സന്ദർഭമാണിത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമനുസരിച്ചാണ് വസ്ത്രം, അഭിരുചി. കുട്ടികളുടെയൊക്കെ, മക്കളുടെ, ഭാര്യയ്ക്ക് വേറെ, ഭർത്താവിന് വേറെ, അങ്ങനെ നമ്മൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒരു കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും തൃപ്തിയുള്ളതും അലങ്കാരമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചു വേണം നമ്മൾ കല്യാണത്തിന് പോവുക. ഹജ്ജ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, എന്ന് പ്രഖ്യാപിക്കാൻ, അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചറിയിക്കുന്ന ഹജ്ജ് നിർവഹിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ, പുരുഷന്മാരുടെ വസ്ത്രം രണ്ട് വസ്ത്രം മാത്രമാണ്. ഉടുക്കാനും പുതക്കാനുമുള്ള രണ്ടേ വസ്ത്രം. ഇഹ്റാം, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ട. പക്ഷേ ഒന്ന് നാം ആലോചിക്കണം. പൊങ്ങച്ചത്തിന്റെ എന്തെങ്കിലും ലാഞ്ചന നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, കിബിറിന്റെ, അഹംഭാവത്തിന്റെ എന്തെങ്കിലും ഒരംശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തച്ചുടക്കുന്ന തുടക്കമാണ് ഹജ്ജിന്റെ തുടക്കം, ഇഹ്റാം കെട്ടൽ. എന്നോടൊപ്പം ഇഹ്റാം കെട്ടുന്ന സഹോദരൻ എന്നേക്കാൾ ദരിദ്രനാണ്, ഞാൻ അവഗണിക്കുന്നവനാണ്, എനിക്ക് അയാളോട് വലിയ തൃപ്തിയൊന്നുമില്ല, ഒരു നാടൻ ജോലിയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ, ഞാനാകട്ടെ കുറച്ച് ഉയർന്ന നിലയിലാണ്, അങ്ങനെയൊക്കെ നമ്മൾ ആളുകളെ കാണുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യനും ഞാനും ധരിക്കുന്നത് ഒരേപോലെയുള്ള വസ്ത്രമാണ്, ലളിതമായ വസ്ത്രം. ഒരു അഹങ്കാരത്തിനും ഒരു ആർഭാടത്തിനും അവസരമില്ല. നമ്മുടെ ഇഷ്ടമേ അവിടെ പരിഗണിക്കുന്നില്ല. നമ്മൾക്ക് ഇഹ്റാമിന്റെ വസ്ത്രം വാങ്ങാൻ കടകൾ പെരുന്നാൾ വസ്ത്രം മേടിക്കുന്നത് പോലെ കയറിറങ്ങേണ്ട ആവശ്യവുമില്ല. വളരെ ലളിതമായ രീതിയിൽ അവന് വസ്ത്രം നൽകിയിരിക്കുകയാണ്. ജീവിതം ഇതേയുള്ളൂ, ഇത്ര ലളിതമാണ് ജീവിതം എന്ന ബോധ്യം അവനിലൂടെ അങ്കുരിപ്പിക്കുകയാണ്. മിനയിൽ നിങ്ങൾ അറിയണം, നമുക്കറിയാം, മിനയിൽ താമസിക്കുന്നത്
മിനയിൽ താമസിക്കുന്നത് ടെന്റിലാണ്. വീട്ടിൽ അത്യധികം ആർഭാടത്തോടെയും സൗകര്യങ്ങളോടെയും ജീവിക്കുന്ന ആളുകൾ മിനയിൽ ടെന്റിലാണ് താമസിക്കുന്നത്. അവിടെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. സൗകര്യങ്ങളൊക്കെ ഓരോ വർഷവും വർദ്ധിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെ കാത്തിരിക്കേണ്ടി വരും. ഭക്ഷണത്തിന്റെ അവസ്ഥയും അതാണ്, ഉറക്കിന്റെയും അവസ്ഥ അതാണ്. അങ്ങനെ ഒരു ത്യാഗോച്ചരമായ സമയം അവന് നിർബന്ധമായും സമ്മാനിക്കുകയാണ് ഇസ്ലാം. മുസ്ദലിഫയിലാണെങ്കിലോ ടെന്റുമില്ല. മിനയിൽ നിന്ന് അർഫയിലും ചേർന്ന് അർഫ സമ്മേളനവും കഴിഞ്ഞ് തിരിച്ച് ജംറയിലേക്ക് കല്ലെറിയണം, തവാഫ് ചെയ്യണം. ആ യാത്രക്കിടയിലുള്ള ഒരു ലക്ഷ്യമാണ് മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത്. അവിടെ ടെന്റ് പോലും ഇല്ല. കിട്ടുന്ന സ്ഥലത്ത് കിടന്നിറങ്ങണം. ഏതൊരു പണക്കാരനും, ഏതൊരു അധികാരിയും, ഏത് കൊലകൊമ്പനും. അത്രമേൽ മനുഷ്യന്റെ നിസ്സാരത അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മഹനീയ കർമ്മമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഹജ്ജ്. ലോകത്ത് അന്നോ ഇന്നോ ചരിത്രത്തിലോ ഇത്തരത്തിൽ മനുഷ്യനെ ആകെ ദുർബലനോ അല്ലെങ്കിൽ ലളിതവൽക്കരിച്ചുകൊണ്ടോ ഉള്ള മറ്റൊരു ആരാധനാ കർമ്മവും ഇല്ല ഇസ്ലാമിലെ ഈ ഹജ്ജല്ലാതെ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഈ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ഒരു വലിയ ത്യാഗം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുക. പടച്ചവന്റെ തൃപ്തി മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. മറ്റൊരു ദുരാഗ്രഹം ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ഉണ്ടാവരുത്. ഒരു താല്പര്യവും മറ്റൊരു താല്പര്യവും ഉണ്ടാവാത്ത രീതിയിൽ വെറും പടച്ചവന്റെ തൃപ്തി മാത്രം ലാക്കാക്കിക്കൊണ്ടായിരിക്കണം ഹജ്ജിന് പോവേണ്ടത്. ആ ഹജ്ജിൽ നമ്മൾ ഉയർത്തുന്ന വാക്കുകളൊക്കെ തന്നെയും തൗഹീദിൽ അധിഷ്ഠിതമാണ്. അത് ഒരു ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ അയാളെ യാത്രയാക്കാൻ പോകുന്ന നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാണ് ആ പ്രാർത്ഥന. നിങ്ങളുടെ ദീനും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുകയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നിങ്ങളുടെ ദീനും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം പടച്ചവനിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥന നിർവഹിക്കണം. എല്ലാം പടച്ചവനിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. എന്നാണ് തൽബിയത്തിനെ കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ഓതാൻ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ആ 2 സൂറകളും വിശുദ്ധ ഖുർആനിലെ 2 സൂറകളും തൗഹീദ് വിളംബരം ചെയ്യുന്ന സൂറകളാണ്. ആ വിഷയത്തിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട ഷമീർ സാഹിബ് അവർകള് ഇബ്രാഹിമി മില്ലത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ പ്രഭാഷണത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സൂക്ഷ്മതയുള്ള ജീവിതത്തിന്റെ തുടക്കമായിരിക്കണം, തുടർച്ചയായിരിക്കണം ഹജ്ജ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ യാത്രക്കായി നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തുക. യാത്ര പോകുമ്പോ ദൂരദിക്കുകളിൽ നിന്നൊക്കെ യാത്ര പോകുമ്പോ ഒരുക്കങ്ങൾ നടത്തുക. എന്നിട്ട് പറയാണ് എന്നാൽ അറിയണം കേട്ടോ, ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. നമുക്ക് പോകാൻ കാശ് വേണം, വസ്ത്രം വേണം, മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കണം, വിസ വേണം, ഒക്കെ വേണം, പാസ്പോർട്ട് വേണം, ഒക്കെ വേണം. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ് അതില്ലാത്ത രീതിയിൽ ആരും പോയിട്ട് കാര്യമില്ല. തഖ്വയില്ലാതെ ഒരു മനുഷ്യനും ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. തഖ്വ അത് അവന്റെ ഹൃദയത്തിൽ മുച്ചൂടും നിറഞ്ഞു നിൽക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി സംഭവങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അറഫാ ദിനം കൂടി നാം അറിയണം. അറഫാ ദിനം
ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച. നാട്ടിലാണ് വെള്ളി. ദുൽഹജ്ജ് 9 ഈ വരുന്ന വ്യാഴാഴ്ചയാണ്. അന്ന് അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഖുതുബത്തുൽ വിദാ എന്ന പേരിൽ ഒരു പ്രഭാഷണം നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. സമയമുണ്ടെങ്കിൽ ഞാനത് പറയാം. ആ പ്രഭാഷണം നടത്തപ്പെട്ട മല ജബലുർ റഹ്മ, അതിന് ആണ് അറഫ മല എന്ന് പറയുന്നത്. മക്കയിൽ ഏതാണ്ട് 20 കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ്. അവിടെ ഒത്തുകൂടുകയാണ് ഹാജിമാർ. ദുൽഹജ്ജ് 8 മിനയിൽ പോയി അവിടെ താമസിച്ച് ദുൽഹജ്ജ് 9 അറഫയിൽ എത്തുകയാണ്, സമ്മേളിക്കുകയാണ്. അവിടുന്ന് വൈകുന്നേരം വരെ മഗ്‌രിബ് വരെ അറഫയിലാണ്. അവിടെ നമസ്കാരമുണ്ട്. നമസ്കാരം പള്ളിയിൽ വെച്ച് ഖുതുബയുണ്ട്. ഖുതുബ കേട്ട് ജുമാ നമസ്കരിച്ച് ശേഷം അറഫയിൽ സന്നിധരായിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയിലാണ് മനുഷ്യൻ. മഗ്‌രിബിനോട് അടുക്കുന്ന സമയം വരെ പ്രാർത്ഥനയിലാണ്. അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന വിശേഷമുള്ള സമയം കൂടിയാണ് അത് അറഫ. ആ അറഫ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ അറഫയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഏറ്റവും അധികം അടിമകളെ മോചിപ്പിക്കുന്നത് അറഫാ ദിനത്തിലാണ്. ഏറ്റവും അധികം അടിമകളെ മോചിപ്പിക്കുക. അടിമകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അടിമകളെ കുറിച്ചല്ല പറഞ്ഞത്, ആളുകൾക്ക് കീഴിലുള്ള അടിമകളെ കുറിച്ചല്ല. പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളെ അള്ളാഹുവിന്റെ വചനം ഉയർത്തിക്കാട്ടി എന്നതിന്റെ പേരിൽ അയാൾക്ക് ഈമാനുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മറ്റു ശിക്ഷകൾക്കൊക്കെയും ശിക്ഷ അനുഭവിച്ച് അവർക്ക് രക്ഷപ്പെടുത്താനുള്ള അവസരം നൽകുന്നുണ്ട്. ആ ദിവസം നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. അറഫാ ദിനത്തിൽ അത്തരത്തിൽ ആളുകളെ പരിഗണിക്കും. ആളുകൾ ഇന്നാലിന്ന ആളുകളുടെ രക്ഷയുണ്ട് എന്ന ഈ ഒരു തീരുമാനമെടുക്കുന്ന സമയമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതുപോലെ അറഫയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജ് പറയുന്നു. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്ര മണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യൗമുൽ മഅൂദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. അറഫയെ കുറിച്ചാണത്. യൗമുൽ അറഫ ദുൽഹജ്ജ് 9 കുറിച്ചുള്ള 9 യൗമുൽ അറഫയെ കുറിച്ചാണ് പറയുന്നത്. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്നുള്ളത് പുനരുദ്ധാന ദിവസവും സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം അത് അറഫാ ദിനവുമാകുന്നു എന്ന് വിശദീകരിച്ചിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫാ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇങ്ങനെയാ പറയുന്നത്. ഒരു ജൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ വിശ്വാസികളുടെ നേതാവേ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമുണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഞങ്ങൾക്കായിരുന്നു അവതരിച്ചതെങ്കിൽ, ഞങ്ങളുടെ ഗ്രന്ഥത്തിലായിരുന്നു അത്തരം ഒരു വാചകം ഉണ്ടായിരുന്നതെങ്കിൽ അത് അന്നത്തെ ദിവസം ഞങ്ങൾ ആഘോഷത്തിന്റെ ദിവസമാക്കുമായിരുന്നു. ഉമർ ചോദിച്ചു, ഏതാണ് ആ വാക്യം? അദ്ദേഹം പറയുകയാണ്, ജൂതൻ പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീനാ. സൂറത്തുൽ മാഇദയിലെ നമുക്കറിയാം, ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട പ്രഖ്യാപനം നടത്തുന്ന വചനമാണത്. ആ വചനം ജൂതൻ ഉദ്ധരിച്ചപ്പോ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇസ്ലാമിന് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതമായി നാം അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു, നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ വചനം. അതാണ് ജൂതൻ ഉദ്ദേശിച്ച വചനം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവാണ് സത്യം. ഈ വാക്യം എപ്പോൾ എവിടെയാണ് അള്ളാഹുവിന്റെ ദൂതന് അവതരിച്ചത് എന്ന് എനിക്കറിയാം. അത് വെള്ളിയാഴ്ച അറഫാ ദിനത്തിലെ വൈകുന്നേരമാണ്. അറഫാ ദിനത്തിലെ വെള്ളിയാഴ്ചയിലെ പ്രവാചകൻ അറഫയിൽ സമ്മേളിച്ച ആ ദിവസത്തിലെ വൈകുന്നേരമാണ് ഈ വചനം, വിശുദ്ധ ഖുർആൻ മതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന വിശുദ്ധ ഖുർആനിലെ വചനം അവതരിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ അറഫാ ദിനത്തിൽ ഹാജിമാരല്ലാത്തവർക്ക്, ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെയും
വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തെയും ചെറു പാപങ്ങൾ പൊറുക്കും. കൊച്ചു കൊച്ചു പാപങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും ഉണ്ടാകുന്ന എമ്പാടും കൊച്ചു കൊച്ചു പാപങ്ങൾ അത് കഴിഞ്ഞുപോയ വർഷത്തിലും വരാൻ പോകുന്ന വർഷത്തിലും പൊറുക്കും ആ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്നാണ് അറഫ. യൗമുൽ ദുൽഹജ്ജ് 9-നാണ് അറഫ നോമ്പ്. ഇവിടെ സാധാരണക്കപ്പുറം ഈ വർഷത്തിൽ നമുക്കറിയാം സൗദി അറേബ്യയിലെ അറഫ സമ്മേളനം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇവിടെയും ദുൽഹജ്ജ് 9. പലപ്പോഴും അങ്ങനെ ആവാറില്ല. നാട്ടിലാണെങ്കിൽ ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ചയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ വലിയ ചർച്ചയാണിത്. അറഫ നോമ്പ് എപ്പോഴാണ് നോക്കേണ്ടത്? അറഫയിൽ സമ്മേളിക്കുന്ന ദിവസമല്ലേ, സമയമല്ലേ? യഥാർത്ഥത്തിൽ അറഫ നോമ്പിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ദുൽഹജ്ജ് 9 നോമ്പ് എന്നും പറയുന്നുണ്ട്. ഹദീസ് ഞാനിവിടെ ഇപ്പോൾ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല. അപ്പോ അറഫ എന്നുള്ളത് ദുൽഹജ്ജ് 9-നാണ്. നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9 അന്നാണ് നമ്മൾ ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അന്നാണ് ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. എന്നാൽ അതൊരു തർക്കമായി ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് തോന്നുകയാണ് മക്കയിൽ അറഫയിൽ സമ്മേളിക്കുന്ന അന്ന് തന്നെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന്. അയാൾ വിചാരിച്ചയാൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അപ്പേരിൽ ഒരു വെല്ലുവിളിയും ഒരു വാശിയും കാണിക്കേണ്ടതില്ല. നോമ്പ് അനുഷ്ഠിക്കുന്നവർ അനുഷ്ഠിക്കട്ടെ. കാരണം അള്ളാഹുവാണ് പ്രതിഫലം നൽകേണ്ടത്. ആ നോമ്പ് സ്വീകാര്യമല്ലെങ്കിൽ അള്ളാഹു തള്ളിക്കളയും. അത്രേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. നമ്മളെ പേരിൽ തർക്കിക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തർക്കം ഈ ദുൽഹജ്ജ് പറഞ്ഞത് മുതൽ കാണുന്നതാണ് തർക്കം. ഈ ഒരു തർക്കം ചില ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹജ്ജ് 9-നാണ് അറഫ. ആ ദിവസമായിരിക്കണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. കൂടുതലൊന്നും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദുൽഹജ്ജ് 9-ന്റെ നോമ്പ്, അറഫ നോമ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. മറ്റൊന്ന് ഉളുഹിയ്യത്താണ്. ഹജ്ജിലെ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. ഹജ്ജ് കർമ്മമൊന്നും ഞാൻ അങ്ങനെ ക്രമപ്രകാരം ഇവിടെ വിശദീകരിക്കുന്നില്ല. ഉളുഹിയ്യത്ത് ഹജ്ജ് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ അത് വാജിബാണ് എന്നിവരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ് എന്നിവരെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉളുഹിയ്യത്ത് അറക്കുവാൻ കഴിവുണ്ടായിട്ടും അങ്ങനെ ചെയ്യാത്തവർ നമ്മുടെ നമസ്കാരത്തിലേക്ക്, അതായത് മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അപ്പോൾ അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉളുഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. അപ്പോൾ ഉളുഹിയ്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മളൊക്കെയും ഇവിടുന്ന് ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്നില്ലെങ്കിൽ നാട്ടിലേക്ക് കാശ് അയച്ചുകൊണ്ടായിരിക്കും അതൊക്കെ നിർവഹിക്കുന്നുണ്ടാവുക. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അറവല്ലേ, മൃഗത്തെ കൊല്ലുന്നതല്ലേ, പാപമല്ലേ, എത്ര വൃത്തിയാണ് കൊന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും പുണ്യം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭക്ഷണം എന്നുള്ളത്. ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് മൃഗങ്ങൾ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ഉളുഹിയ്യത്തിൽ ഹജ്ജ് സന്ദർഭങ്ങളിൽ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട അറിവ്, അതുമൂലം നൽകുന്ന അറിവ്, ആ അറിവിൽ ലഭിക്കുന്ന മാംസങ്ങൾ ഒരുപാട് മാംസങ്ങൾ അത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന രാജ്യങ്ങളിലേക്ക്, ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. വലിയൊരു പുണ്യകർമ്മം അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് അപ്പുറമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് കൂടി നാം മനസ്സിലാക്കുക. വിശദീകരിക്കുന്നില്ല കൂടുതലൊന്നും. അതുപോലെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൽ യനാലുഹു തഖ്വാ മിൻകും. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിൽ എത്തുന്നേ ഇല്ല. നമ്മൾ അറക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നേ ഇല്ല. അതുമൂലം നിങ്ങളുടെ തഖ്വയാണ് അവൻ പരിഗണിക്കുന്നത്, അവരിലേക്ക് എത്തുന്നത് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. കൗസർ നമുക്കറിയാം ഏറ്റവും ചെറിയ സൂറത്താണ്.
108 അധ്യായം. ഇന്നെ ആത്മീനാക്കൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. പ്രവാചകന്റെ ഗുണകരമായ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണിത്. അവിടെ പറയുകയാണ്, ഒരുപാട് നേട്ടം നിനക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നീ നമസ്കാരം നിർവഹിക്കുക രക്ഷിതാവിന് വേണ്ടി, ഒപ്പം ബലിയർപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയമായും എൻ്റെ നമസ്കാരവും വനുസുകി എൻ്റെ ബലിയും എൻ്റെ ജീവിതവും മരണവും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ബലി അറക്കുക, ഉലുഹിയ്യത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പുണ്യകരമായ ഒരു കാര്യമാണ്. ആകാവുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് കൂടി ഉറപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് ഒറ്റ ഹജ്ജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളൂ. അറഫയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കുറേ പ്രഖ്യാപനങ്ങൾ, ഹജ്ജത്തുൽ വിദാ, ഖുതുബത്തുൽ വിദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രഖ്യാപനം, വിടവാങ്ങൽ പ്രഖ്യാപനം, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അറഫാമയിലെ ഉർണ താഴ്വരയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശ്വാസി സമൂഹത്തെ അഭിമുഖീകരിച്ച് സംസാരിച്ചത്. ഖസ്വ എന്ന തൻ്റെ ഒട്ടകപ്പുറത്ത് നടത്തിയ, ഒട്ടകപ്പത്തിൽ ഇരുന്നു കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഭാഷണം നടത്തിയത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന പ്രഭാഷണം കേട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി അത്യുച്ചത്തിൽ റാബിയത്തു ബിൻ ഉമയ്യ എന്ന സഹാബി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്? ജനങ്ങളെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വെച്ച് നിങ്ങളുമായി സന്ധിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജും ജീവിതത്തിന്റെ ഇവിടെ പറയുന്നതിന്റെ തൊട്ടു മുമ്പത്തെ സന്ദർഭമായിരുന്നു അത്. ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണേ. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വെച്ച് നിങ്ങളുമായി സന്ധിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ്. ആർക്കും ആരെയും കൊല്ലാൻ അവകാശമില്ല. അനാവശ്യമായി ആർക്കും ആരെയും ആക്രമിക്കാൻ അവകാശമില്ല. ആർക്കും ആരെയും അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിൽ സമീപനം ഉണ്ടാകുവാനും അവകാശമില്ല എന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഇവിടെ പ്രവാചകൻ നിർവഹിച്ചിരിക്കുന്നത്. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ്. ഈ മാസവും ഈ ദിവസവും പവിത്രമായതുപോലെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും കേട്ടോ. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവൻ നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരികയെന്ന ചുമതല ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ ഇതിന് സാക്ഷിയാണ്. വല്ലവരുടെയും വശം വല്ല അമാനത്തുമുണ്ടെങ്കിൽ അത് അതിന്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ. എല്ലാ പലിശ ഇടപാടുകളും ഇന്നു മുതൽ നാം ദുർബലപ്പെടുത്തി. എന്നാൽ മൂലധനത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടം വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പലിശ പാടില്ല എന്ന് അള്ളാഹു വിധിച്ചതാണ് കേട്ടോ. ആദ്യമായി എൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ബാസിന്റെ കിട്ടാനുള്ള പലിശ ഇതാ ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. അനിസ്ലാമികമായ കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാ കുലമഹിമകളും പദവികളും എല്ലാ പൊങ്ങച്ചങ്ങളും ഇതോടെ അവസാദമാക്കുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട്, സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്. അവർക്ക് നിങ്ങളോട് ഇങ്ങോട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ വിരിപ്പ് സ്പർശിക്കാൻ അവർ അനുവദിക്കരുത്. വ്യക്തമായ നീചവൃത്തികൾ ചെയ്യാനും പാടില്ല. സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസ്സരം പെരുമാറണേ. അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. അള്ളാഹുവിന്റെ അമാനത്തായാണ് നിങ്ങൾ അവരെ വിവാഹം ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തന്റെ സഹോദരൻ മനസ്സംതൃപ്തിയോടെ തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല കേട്ടോ. അതിനാൽ നിങ്ങൾ അന്യോന്യം ഹിംസകളിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളാകും.
ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കണേ. വളരെ വ്യക്തമായ കാര്യം ഇവിടെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥവും വിശുദ്ധ ഖുർആനും എന്റെ ചര്യയുമാണത്, സുന്നത്തുമാണത്. ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാണ്. നിങ്ങളെല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്. ആദമാവട്ടെ മണ്ണിൽ നിന്നും. അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ചുവന്നവന് കറുത്തവനേക്കാളോ കറുത്തവന് ചുവന്നവനേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല. ദൈവഭക്തി കൊണ്ടല്ലാതെ, തഖ്വ കൊണ്ടല്ലാതെ. അള്ളാഹുവേ, ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ? അള്ളാഹുവേ, നീയാണ് ഇതിന് സാക്ഷി. ഈ സന്ദേശം കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദാ അവസാന പ്രസംഗത്തിലെ വചനങ്ങളായിരുന്നത്. ഇതും സംസാരിച്ച് വൈകാതെ തന്റെ പ്രവാചകൻ വിട പറഞ്ഞ് യാത്രയിൽ വെച്ച് പോവുകയും ചെയ്തിരുന്നു. ആ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇവിടെയും എല്ലായിടത്തും ഇത് കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ വിശുദ്ധമായ സന്ദേശം അത് ഹജ്ജ് മാത്രമല്ല, ഹജ്ജ് മാത്രമല്ല, ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, വിശുദ്ധ തൗഹീദ് അടക്കം എല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മഹനീയ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി സെന്റർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിൽ കണ്ണുചേർന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിസരങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ വിശുദ്ധ തൗഹീദിന്റെ സന്ദേശം തുടർന്നും അതിശക്തമായ നിലയിൽ തന്നെ പ്രചരിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു വലിയ സൽക്കരമായി കാരണവാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരണമേ റഹ്മാനെ. ഞങ്ങൾ പാപികളെന്ന് പറയുന്നില്ല റബ്ബേ, ഞങ്ങൾ ദുർബലരാണ്. ഞങ്ങൾ ദുർബലരാണ് റബ്ബേ. ഞങ്ങളിൽ പോരായ്മകൾ വരുന്നുണ്ട്. മനസ്സാ ചിന്തിച്ചു പോകുന്ന പോരായ്മകൾ, പ്രവൃത്തി പദത്തിൽ വന്നു പോകുന്ന പോരായ്മകൾ റബ്ബേ ഒക്കെ പുറത്തു തരണമേ റബ്ബേ. ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഇന്ന് രോഗികളാണ്, പ്രയാസത്തിലാണ്, ക്ഷീണത്തിലാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അവർക്ക് നീ ആശ്വാസം നൽകണമേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കുടെ രോഗങ്ങൾ നീ ശിഫയേകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഇന്ന് ബർസഖീ ലോകത്താണ് റബ്ബേ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും ഞങ്ങൾക്കും നീ ഇടം നൽകണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ സത്യവിശ്വാസികൾ വലിയ പ്രയാസത്തിലാണ്. ഗസയിൽ, ഫലസ്തീനിൽ നമുക്കറിയാം, ഒരുപാട് പിഞ്ചുകുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, യുവാക്കളൊക്കെ തന്നെയും വലിയ വലിയ പരീക്ഷണത്തിലാണ്, പട്ടിണിയിലാണ്, രോഗത്തിന്റെ പിടിയിൽപ്പെട്ടു പോവുകയാണ് റബ്ബേ. കിരാതമായ ചിലരുടെ ദുഷിച്ച ചിന്തയുടെ ഫലം അനുഭവിക്കുകയാണ് വിശ്വാസികൾ റബ്ബേ. അവർക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. അവർക്ക് നീ രക്ഷ നൽകണമേ റഹ്മാനെ. അവർക്ക് നീ നേതൃത്വം നൽകണമേ റഹ്മാനെ. അവർക്ക് നീ ആത്യന്തിക വിജയം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത്, ഈമാനിന്റെ കരുത്ത് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാഹ്. രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഇവയെത്തൊട്ടൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.